ഹായ് ഓൾ, 12th സ്റ്റാൻഡേർഡിലെ ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്റേഴ്സിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. ഇലക്ട്രോ കെമിസ്ട്രി എന്നുള്ള ടോപ്പിക്കിനെ മൊത്തത്തോടെ ഒന്ന് കണ്ടൻസ് ചെയ്ത് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് നമുക്ക് പഠിച്ചാലോ? സോ ഇലക്ട്രോ കെമിസ്ട്രി ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതന്നെ വാട്ട് ഇസ് ഇലക്ട്രോ കെമിസ്ട്രി? ഇലക്ട്രിക്കൽ എനർജിനെയും കെമിക്കൽ എനർജിനെയും ഇന്റർ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ഡിവൈസുകളെ പറ്റിയുള്ള പഠിത്തമാണ്, അല്ലെങ്കിൽ ആ ഒരു ഇന്റർ കൺവേർഷനെ പറ്റി പഠിക്കുന്ന സ്റ്റഡിയാണ് ഇലക്ട്രോ കെമിസ്ട്രി. രണ്ട് തരം സെല്ലുകളാണുള്ളത്. ഇലക്ട്രിക്കൽ എനർജിനെ കെമിക്കൽ എനർജി ആക്കുന്ന ഇലക്ട്രോലിറ്റിക് സെല്ല്, കെമിക്കൽ എനർജിനെ ഇലക്ട്രിക്കൽ എനർജി ആക്കുന്ന ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഡാനിയൽ സെൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സിങ്ക് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ്, കോപ്പർ ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ്. സിങ്കിനെയും കോപ്പറിന്റെയും മെറ്റൽ പീസുകളെ എക്സ്റ്റേണൽ വയർ വഴിയും സൊല്യൂഷൻസിനെ സോൾട്ട് ബ്രിഡ്ജ് വഴി നമ്മൾ കണക്ട് ചെയ്യുന്നു. സംഭവിക്കുന്ന എന്താ? സിങ്കിന് ഓക്സിഡേഷൻ നടക്കാനും കോപ്പറിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലായതുകൊണ്ട് സിങ്കിന് ഓക്സിഡേഷൻ നടക്കുന്ന സ്ഥലമാണ് ആനോഡ്. സിങ്കിന് ഓക്സിഡേഷൻ നടന്ന സിങ്ക് 2+ അയോണായ സൊല്യൂഷനിലേക്ക് വരുന്നു. ഇവിടെ ലൂസ് ചെയ്യുന്ന ഇലക്ട്രോണുകൾ എക്സ്റ്റേണൽ വയർ വഴി ട്രാവൽ ചെയ്യുന്നു. CO2+ അയോൺ ഇപ്പുറത്തെ സൊല്യൂഷനിലെ അയാൾ ഇവിടെ വന്ന് ആ ഇലക്ട്രോണുകളെ ഗെയിൻ ചെയ്യുന്നു, കോപ്പറായി ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ റിഡക്ഷൻ നടക്കുന്ന സ്ഥലം കാഥോഡ്. ഇലക്ട്രോണുകൾ ഒറിജിനേറ്റ് ചെയ്യുന്നത് ആനോഡിൽ നിന്നായതുകൊണ്ട് ആനോഡിന്റെ നെഗറ്റീവ്, കാഥോഡിന്റെ പോസിറ്റീവ്. ഇലക്ട്രോൺ ഫ്ലോ എന്ന് പറയുന്നത് ആനോഡ് ടു കാഥോഡാണ് ഇലക്ട്രോൺ ഫ്ലോയുടെ ഡയറക്ഷൻ. ഇലക്ട്രോൺ ഫ്ലോ എങ്ങോട്ടാണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ വരിക. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. ഇത് സോൾട്ട് ബ്രിഡ്ജ് ആണ്. സോൾട്ട് ബ്രിഡ്ജിലുള്ള അയോണുകൾ, ഇവിടെയുള്ള എക്സസ് ആയിട്ടുള്ള ബാക്കിയുള്ള അയോണില്ലേ, ഇപ്പോൾ ഇവിടെ സിങ്ക് 2+ അയോൺ എക്സസ് ആണ്, കോപ്പർ ഡെപ്പോസിറ്റ് ആയ സൾഫേറ്റ് അയോൺ എക്സസ് ആണ്. ഈ എക്സസ് അയോണുകളെ സോൾട്ട് ബ്രിഡ്ജിലുള്ള സോൾട്ട് എന്ത് ചെയ്യും? ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം, ആനോഡിൽ സിങ്ക് ഓക്സിഡേഷൻ, കാഥോഡിൽ കോപ്പർ റിഡക്ഷൻ. നെറ്റ് റിയാക്ഷൻ നിങ്ങൾക്കറിയാം. ആനോഡ് ടു കാഥോഡ് ആണ് ഇലക്ട്രോൺ ഫ്ലോ, കറണ്ട് ഫ്ലോ നേരെ ഓപ്പോസിറ്റ്. സോൾട്ട് ബ്രിഡ്ജിന്റെ ഫംഗ്ഷൻ എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ സോൾട്ട് ബ്രിഡ്ജ് നമ്മുടെ സർക്യൂട്ടിനെ കംപ്ലീറ്റ് ചെയ്യുന്നു. പിന്നീട് ഇപ്പൊ പറഞ്ഞ പോലെ എക്സ്ട്രാ അയോണുകളെ, ഇവിടെയുള്ള എക്സ്ട്രാ സിങ്ക് 2+നെയും ഇവിടെയുള്ള എക്സ്ട്രാ സൾഫേറ്റ് അയോണിനെയും സോൾട്ട് ബ്രിഡ്ജിലെ കാറ്റയോൺ ആൻഡ് ആനയോൺ ന്യൂട്രലൈസ് ചെയ്യും. അങ്ങനെ ന്യൂട്രലൈസ് ചെയ്യുന്നതുകൊണ്ട് രണ്ട് സൈഡിനെയും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സോൾട്ട് ബ്രിഡ്ജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡാനിയൽ സെല്ലിന്റെ സെറ്റപ്പും കാര്യങ്ങളെല്ലാം. പിന്നീട് നമ്മൾ സെൽ പൊട്ടൻഷ്യലിനെ പറ്റി പഠിക്കുന്നതിന് മുന്നേ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പഠിക്കുന്നുണ്ട്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ട്. റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഓർഡറിൽ നമ്മുടെ ഇലക്ട്രോ കെമിക്കൽ സീരീസ് ഉണ്ട്. അതിന്റെ സെൻട്രൽ പോയിന്റിൽ നമ്മൾ വെക്കുന്നത് ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണ് നമ്മുടെ റെഫറൻസ് എലമെന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലെ? റെഫറൻസ് എലമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ ആൾക്കാരെയും നമ്മൾ അറേഞ്ച് ചെയ്യുക. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയാൽ റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടി, നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അല്ലെ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ ബിക്കം ബിഗ്. അപ്പോൾ എന്ത് പറ്റും? റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടി, നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞാലോ അവർക്ക് ഓക്സിഡേഷൻ നടക്കാനായിരിക്കും താല്പര്യം. ഫോർ എക്സാമ്പിൾ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയാൽ അവിടെ ഓക്സിഡേഷൻ നടക്കാനാണ് താല്പര്യം. ദേ ആർ ഗുഡ് റെഡ്യൂസിങ് ഏജൻസ്. സെൽ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് പിടിക്കുക, അല്ലെങ്കിൽ EMF എങ്ങനെയാണ് പിടിക്കുക? കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എടുത്താൽ സെൽ പൊട്ടൻഷ്യൽ കിട്ടും. അതുപോലെ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് എടുക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലും കിട്ടും, അല്ലെ? ഇനി നോൺ സ്റ്റാൻഡേർഡ് വാല്യൂ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ അവിടെയാണ് നേൺസ്റ്റ് ഇക്വേഷൻ വരുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ബാലൻസ്ഡ് ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. ബാലൻസ്ഡ് ഇക്വേഷൻ അല്ല എങ്കിൽ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതിയ ശേഷം മാത്രമേ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതാൻ പാടുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് സെൽ റെപ്രസെന്റേഷൻ ആയിരിക്കും തന്നിരിക്കുക, അതിൽ നിന്ന് നിങ്ങൾ ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുക, അതിനുശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക? നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. അപ്പോൾ നമുക്കറിയാം എങ്ങനെ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. E cell equal to E naught cell minus 0.0591 divided by N. N എന്ന് പറഞ്ഞാൽ നമ്മുടെ റിഡോക്സ് റിയാക്ഷൻ ഇൻവോൾവ് ആവുന്ന നമ്പർ ഓഫ് ഇലക്ട്രോണിന്റെ എണ്ണമാണ്. ലോഗ് ഓഫ് ന്യൂമറേറ്ററിൽ പ്രൊഡക്റ്റുകളുടെ കോൺസെൻട്രേഷൻ അതിന്റെ കോഎഫിഷ്യന്റ് പവറിലേക്ക് വരണം. ഡിനോമിനേറ്ററിൽ റിയാക്ടന്റുകളുടെ കോൺസെൻട്രേഷൻ പവർ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. അപ്പോൾ ഈ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിന്റെ അതേ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ നേൺസ്റ്റ് ഇക്വേഷൻ എഴുതുക. നേൺസ്റ്റ് ഇക്വേഷന്റെ രണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. ഡെൽറ്റ ജി അല്ലെങ്കിൽ ഡെൽറ്റ ജി നോട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? -NF E സെൽ അല്ലെങ്കിൽ E naught സെൽ. ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ആണ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള കണക്ഷൻ. E naught സെൽ ഈക്വൽ ടു 0.0591 ഡിവൈഡ് ബൈ N ലോഗ് Kc. ഇതൊക്കെയാണ് നേൺസ്റ്റ് ഇക്വേഷന്റെ ഐഡിയ എന്ന് പറയുന്നത്. നേൺസ്റ്റ് ഇക്വേഷൻ അതിന്റെ ആപ്ലിക്കേഷൻസ്. ഒരു ചോദ്യം എടുത്തു നോക്കിയാലോ? നോക്കിയേ, അസേഷൻ E സെൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് Ag+ അയോൺ. ഇവിടെ Ag+ അയോണിന്റെ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് E സെല്ല് കൂടും അത്രേ. അപ്പൊ ഈ റിയാക്ഷന്റെ നേൺസ്റ്റ് ഇക്വേഷൻ ആയി കാണുന്നത് E സെൽ ഈക്വൽ ടു E naught സെൽ മൈനസ് 0.0591 ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇലക്ട്രോൺ 1 ആണ്. ന്യൂമറേറ്ററിൽ സിൽവർ മെറ്റൽ ആയതുകൊണ്ട് പ്യുവർ സോളിഡ് ആയതുകൊണ്ട് അതിന്റെ കോൺസെൻട്രേഷൻ 1. ഡിനോമിനേറ്ററിൽ Ag+ന്റെ കോൺസെൻട്രേഷൻ നോക്കിയേ, നെഗറ്റീവ് ലോഗ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ അത് ലോഗ് x ആണ്. ഓക്കെ, നെഗറ്റീവ് ലോഗ് ഓഫ് 1/x എന്ന് പറഞ്ഞാൽ ലോഗ് x ആണ്. അപ്പോൾ നോക്കിയേ, ഇത് നെഗറ്റീവ് ലോഗ് ഓഫ് 1/mn പ്ലസ് എന്നുള്ളതിനെ എനിക്ക് എന്ത് ചെയ്യാം?
ഇതിനെ എനിക്ക് E ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ഡിവൈഡഡ് ബൈ 1 ലോഗ് 1/Ag പ്ലസ് എന്ന് എഴുതിക്കൂടെ. ഇതിനെ നെഗറ്റീവ് ഓഫ് 1/log Ag പ്ലസ് എന്ന് പറയുന്നതിനെ ഞാൻ log Ag പ്ലസ് എന്ന് എഴുതി. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം Ag പ്ലസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ E സെല്ല് കൂടും. അപ്പോൾ അസേഷൻ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. E സെൽ ഹാസ് എ പോസിറ്റീവ് വാല്യൂ, അത് ശരിയാണ്. പക്ഷെ അത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ? അല്ല. സോ രണ്ടും ശരിയാണ്, ബട്ട് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. ആൻസർ ഈസ് ബി. ഓക്കെ, അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോളിസിസ് ആണ്. ഇലക്ട്രോളിസിനകത്ത് എന്താ സംഭവിക്കുക? നമ്മൾ ഇലക്ട്രോലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം, ഫോർ എക്സാമ്പിൾ മോൾട്ടൺ NaCl ആണെന്ന് ഇരിക്കട്ടെ. Na പ്ലസ് അയോണും Cl മൈനസ് അയോണും ഉണ്ടാവും. കാറ്റയോൺ എന്ത് ചെയ്യും? നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്ക് പോവും. ആനയോൺ പോസിറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോഡിലേക്കും പോവും. അപ്പോൾ ആനയോൺ ആനോഡിൽ ചെന്നിട്ട് എന്ത് സംഭവിക്കും? ആനയോൺ ഗോ ടു ആനോഡ് അണ്ടർഗോ ഓക്സിഡേഷൻ. കാറ്റയോണോ? കാറ്റയോൺ ഗോ ടു കാഥോഡ് അണ്ടർഗോ റിഡക്ഷൻ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ Na പ്ലസ് അയോൺ നമ്മുടെ കാറ്റയോൺ ആണ്. Na പ്ലസ് അയോൺ എന്ത് സംഭവിക്കുക? Na പ്ലസ് അയോൺ അണ്ടർഗോ റിഡക്ഷൻ ബൈ ഗെയിനിങ് ആൻ ഇലക്ട്രോൺ ടു ബിക്കം Na. ഇപ്പോൾ ക്ലോറൈഡ് അയോൺ ആണ് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി ക്ലോറിനായി മാറും, ക്ലോറിൻ ഗ്യാസ് ആയി മാറും. ഓക്കെ, അണ്ടർഗോ ഓക്സിഡേഷൻ. ഇതാണ് ഇലക്ട്രോളിസിസ് എന്ന് പറയുന്നത്. ഇലക്ട്രോളിസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡിയ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസും സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസും ആണ്. ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് എന്താ? കൂടുതൽ എമൗണ്ട് ഓഫ് ചാർജ് കൊടുത്താൽ കൂടുതൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് Z ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ്. ഈ ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എങ്ങനെ എഴുതുന്നറിയോ? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ റിയാക്ഷൻ എന്ന് വിചാരിക്കുക. Al3++3 ഇലക്ട്രോൺ ഗിവിങ് Al. ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് എന്ന് പറയുന്നത് മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ 96,500 ഇൻറ്റു N. അലുമിനിയത്തിന്റെ മോളിക്കുലാർ മാസ് 27 ആണ്. ഡിവൈഡ് ബൈ 96,500 ഇൻറ്റു N എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ഇലക്ട്രോൺ ഇൻവോൾവ് ആയി എന്നുള്ളതാണ്, 3 ഇലക്ട്രോൺ. ഇതുപോലെ നമുക്ക് തന്നിരിക്കുന്ന റിയാക്ഷൻ ഏതാണോ അതിനനുസരിച്ച് റിയാക്ഷൻ എഴുതുക, ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റിന്റെ വാല്യൂ കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചാർജിനെ വേണമെങ്കിൽ നമുക്ക് കറണ്ട് ഇൻറ്റു ടൈം എന്ന് എഴുതാം. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. സെഡിന്റെ എക്സ്പാൻഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്പർ ഓഫ് ഇലക്ട്രോണിനെ വേണമെങ്കിൽ വാലൻസി ഫാക്ടർ V എന്നും പറയാം. അപ്പോൾ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇനി സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസ് എന്താ? സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസ് പറയുന്നത് ഇതാണ്: രണ്ട് സെല്ലുകളെ അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോലിറ്റിക് സെല്ലുകളെ കണക്റ്റഡ് ഇൻ സീരീസ് എന്ന് വെച്ചാൽ സെയിം കറണ്ട് ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ സെയിം നമ്പർ ഓഫ് ഇക്വലൻസ് ആയിരിക്കും രണ്ടിനകത്തും ജനറേറ്റ് ആവുക. അപ്പോൾ രണ്ട് സെല്ലിനകത്ത്, ഒന്നിനകത്ത് അലുമിനിയം ഒന്നിനകത്ത് കോപ്പർ ആണെന്നിരിക്കട്ടെ. 1 ഇക്വലന്റ് ഓഫ് അലുമിനിയം ഉണ്ടായാൽ അപ്പുറത്ത് 1 ഇക്വലന്റ് ഓഫ് കോപ്പർ ഉണ്ടാവും. 10 ഇക്വലന്റ് അലുമിനിയം ഉണ്ടായാൽ 10 ഇക്വലന്റ് കോപ്പർ ഉണ്ടാവും. നമ്പർ ഓഫ് ഇക്വലൻസ് വിൽ ബി സെയിം എന്നുള്ളതാണ്. അപ്പോൾ W1/W2 എന്ന് പറഞ്ഞാൽ ഇക്വലന്റ് വെയിറ്റ് ഓഫ് ദ ഫസ്റ്റ് വൺ ബൈ ഇക്വലന്റ് വെയിറ്റ് ഓഫ് സെക്കൻഡ് വൺ. ഇക്വലന്റ് വെയിറ്റ് എങ്ങനെയാണ് പിടിക്കുക? ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ ആ N വാല്യൂ ആണ്, നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻവോൾവ്. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യം കണ്ടോ: ഹൗ മെനി ഗ്രാംസ് ഓഫ് കൊബാൾട്ട് മെറ്റൽ വിൽ ബി ഡെപ്പോസിറ്റഡ് വെൻ എ സൊല്യൂഷൻ ഓഫ് കൊബാൾട്ട് ക്ലോറൈഡ് ഇസ് ഇലക്ട്രോലൈസ്ഡ് വിത്ത് എ കറന്റ് ഓഫ് 10 ആംപിയർ ഫോർ 109 മിനിറ്റ്? കൊബാൾട്ടിന്റെ ആറ്റമിക് മാസ് ഒക്കെ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ കൊബാൾട്ടിന്റെ ഓക്സിഡേഷൻ +2 ആണെന്ന് പറയുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ റിയാക്ഷൻ, CO2 +2 ഇലക്ട്രോൺ ഗിവിംഗ് യു CO. നമുക്ക് ഇലക്ട്രോ കെമിക്കൽ ഇക്വലന്റ് Z കണ്ടുപിടിക്കാം. മോളിക്കുലാർ മാസ് ഡിവൈഡ് ബൈ 96,500 ഇൻറ്റു N. മോളിക്കുലാർ മാസ് 59, 96,500, N-ന്റെ വാല്യൂ 2. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. W-യുടെ ഇക്വേഷൻ, Z-ന്റെ വാല്യൂ നമുക്ക് കിട്ടി. കറണ്ട് 10 ആംപിയർ ആണ്. ടൈം മിനിറ്റിലാണ് തന്നേക്കുന്നത്. SI യൂണിറ്റിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? സെക്കൻഡിലേക്ക് ആക്കാൻ 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ഓപ്ഷൻ C20 എന്നായിരിക്കും വരിക. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷൻ ആണ്. നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് R=ρL/A. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് അറിയണം, ഓം. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആൻഡ് ഏരിയ ആണ്. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം, ഓം മീറ്റർ അല്ലെങ്കിൽ ഓം സെന്റിമീറ്റർ എന്നായിരിക്കും വരിക. റെസിസ്റ്റൻസിന്റെ ഇൻവേഴ്സ് കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റിയുടെ ഇൻവേഴ്സ് കണ്ടക്ടിവിറ്റി. സെൽ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ L/A വാല്യൂ ആണ് സെൽ കോൺസ്റ്റന്റ്. L/A ഈസ് സെൽ കോൺസ്റ്റന്റ്. സെൽ കോൺസ്റ്റന്റിനെ G സ്റ്റാർ എന്ന് നമ്മൾ എഴുതാറുണ്ട്. ഓക്കെ, കണ്ടക്ടിവിറ്റിനെ നമ്മൾ വിളിക്കുക കാപ്പ എന്നും കണ്ടക്ടൻസിനെ G എന്നുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. സെൽ കോൺസ്റ്റന്റിനെ G സ്റ്റാർ. അടുത്ത ടോപ്പിക് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ നിങ്ങൾക്കറിയാം, കാപ്പ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. ഈ 1000 ന്യൂമറേറ്ററിൽ വരിക നമ്മുടെ യൂണിറ്റിൽ സെന്റിമീറ്ററിന്റെ യൂണിറ്റിലാണെങ്കിൽ 1000 ന്യൂമറേറ്ററിലാണ്, മീറ്ററിലാണെങ്കിൽ ആ 1000 ഡിനോമിനേറ്ററിലാണ് വരിക. 1000 ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് എത്തുമ്പോൾ 10⁻³ എന്ന് കാണുമെന്ന് മാത്രം. അതാണ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ. ഒരു ചോദ്യം നോക്കിയേ: ദ കണ്ടക്ടിവിറ്റി ഓഫ് 0.2 മോളാർ KCl സൊല്യൂഷൻ ഈസ് 0.0248 Siemens centimeter inverse. മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം.
അപ്പോൾ ലാംഡ എം കാപ്പ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി ആണ്. കാപ്പയുടെ വാല്യൂ നമുക്ക് എന്തുണ്ട്, സെന്റിമീറ്റർ ഇൻവേഴ്സ് യൂണിറ്റ് ആണ്. അപ്പോൾ 1000 ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ മൊളാരിറ്റി 0.2 വാല്യൂ 124 നമുക്കിവിടെ ആൻസർ കിട്ടും. പിന്നീടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊളറാഷസ് ലോ ആണ്. കൊളറാഷസ് ലോ എന്താ പറയുന്നത്, ഇൻഫിനിറ്റ്ലി നമ്മൾ ഡൈല്യൂട്ട് ചെയ്യുന്ന സമയത്ത് കാറ്റിയോണും ആനിയോണും തമ്മിൽ യാതൊരു ഇന്ററാക്ഷനും ഉണ്ടാവില്ല. അപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് കാറ്റിയോന്റെ കണ്ടക്ടിവിറ്റിയും ആനിയോന്റെ കണ്ടക്ടിവിറ്റിയോടെ കൂട്ടുന്നതാണ്. ഓക്കെ, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് സം ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് കാറ്റിയോൺ ആൻഡ് ആനിയോൺ. കൊളറാഷസ് ലോ, ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ. അപ്പോൾ അതിനുശേഷം വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാറ്ററീസ് ആണ്. ബാറ്ററി എന്നുള്ളത് ഒരു ബൈഹാർട്ടിംഗ് ഏരിയ ആണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ടോപ്പിക്കുകൾ ആനോഡ് ആരാണ്, കാഥോഡ് ആരാണ്, ഇലക്ട്രോലൈറ്റ് എന്താണ്, റിയാക്ഷൻ എന്താണ്. ഇതിൽ നിന്ന് ഏത് ഭാഗത്ത് വേണമെങ്കിലും ചോദ്യം വരാം. ചിലപ്പോൾ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ടോ ഒക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. 2 പ്രൈമറി ബാറ്ററി എന്ന് വെച്ചാൽ ഓൺലി 1 ടൈം യൂസ് നോൺ റീചാർജബിൾ ബാറ്ററീസ് ആണ് പ്രൈമറി ബാറ്ററി. 2 എണ്ണം ഡ്രൈ സെൽ ആൻഡ് മെർക്കുറി സെൽ. റീചാർജബിൾ ബാറ്ററി 2 എണ്ണം ലെഡ് സ്റ്റോറേജ് ബാറ്ററി, നിക്കൽ കാഡ്മിയം ബാറ്ററി. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയിൽ നിന്നാണ്. ഓക്കെ, അവിടുത്തെ ആനോഡ് ലെഡ്, കാഥോഡ് ലെഡും ലെഡ് ഡയോക്സൈഡും ആണ്. ഇലക്ട്രോലൈറ്റ് 38% സൾഫ്യൂരിക് ആസിഡ് ആണ്. ആനോഡിലെയും കാഥോഡിലെയും റിയാക്ഷൻ ഒക്കെ എന്നോട് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഞാൻ ഫ്യൂവൽ സെല്ലും കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഫ്യൂവൽ സെല്ലിലെ ആനോഡ് എന്ന് പറയുന്ന ആരാ, ഫ്യൂവൽ സെല്ലിലെ ആനോഡിൽ നമ്മൾ ഫ്യൂവലിനെ കൊടുക്കുന്നു, കാഥോഡിൽ നമ്മൾ ഓക്സിജനെ കമ്പഷന് വേണ്ടി കൊടുക്കുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം ഈ ടേബിളിൽ ഞാൻ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഒരു ചോദ്യം കൂടി എടുക്കാം. 2012 വന്ന ഒരു ചോദ്യമാണ്. ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് NH4OH ആണ് ചോദ്യം. അപ്പോൾ NH4OHന്റെ ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ദേ NH4 പ്ലസും OH മൈനസും അല്ല വേണ്ടേ. അപ്പോൾ NH4Cl-ഉം NaOH ആഡ് ചെയ്തു. എനിക്ക് വേണ്ടാത്ത NaCl ഞാൻ സബ്ട്രാക്ട് ചെയ്തു. പരിപാടി കഴിഞ്ഞില്ലേ. സോ ആൻസർ ഓപ്ഷൻ ഈസ് ഡി. ഓക്കെ, മറ്റൊരു ചോദ്യം. ഇത് നമ്മുടെ ഡെൽറ്റ ജി കാൽക്കുലേഷൻ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിയാക്ഷൻ. നമ്പർ ഓഫ് ഇലക്ട്രോൺ 2 ആണ്. ഡെൽറ്റ ജിയുടെ ഇക്വേഷൻ മൈനസ് NF E സെൽ ആണല്ലോ. ഡയറക്ട്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആൻസർ കിലോ ജൂൾ ഇത് കിട്ടും. ഓക്കെ, സോ താങ്ക് യു ഓൾ. നമുക്ക് ഇനിയും കാണാം. ബൈ.